നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാടിൻ്റെ ചാക്കോയും മേരിയും 68-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. മുറ്റത്ത് വന്നു നിന്ന കാരവാനിലേക്ക് നോക്കി രാജലക്ഷ്മിയും ആനന്ദും നിന്നു. കാരവാനിൻ്റെ ഡോർ തുറക്കപ്പെട്ടു. അതിൽ നിന്ന് വീൽ ചെയറിൽ ഗൗതം മേനോൻ പുറത്തേക്ക് വന്നു. വായിച്ചറിഞ്ഞ ആ മനുഷ്യനെ ആനന്ദ് ആദ്യമായി നേരിൽ കാണുകയായിരുന്നു. ഈ മനുഷ്യന് തൻ്റെ മമ്മിയുമായി ബന്ധമുണ്ടായിരുന്നെന്ന് കരുതിയതാണോ? ആനന്ദ് മമ്മിയെ നോക്കി. പ്രത്യേകിച്ച് ഒരു ഭാവപ്പകർച്ചയും രാജലക്ഷ്മിയുടെ മുഖത്ത് കണ്ടില്ല. ചാക്കോച്ചൻ്റെ അച്ഛൻ വരികയാണ്, മകനെ കൂടെ കൊണ്ടുപോകാൻ. അതിൻ്റെ നോവായിരുന്നു രാജലക്ഷ്മിയുടെ മനസ്സിൽ. ഒപ്പം അംഗരക്ഷകരെ പോലെ കൂടെ വന്ന രണ്ടുപേർ വീൽ ചെയറോടെ ഗൗതം മേനോനെ ഉയർത്തി സിറ്റൗട്ടിൽ എത്തിച്ചിട്ട് അവർ പിൻവാങ്ങി. ഗൗതം മേനോന്റെ കണ്ണുകൾ ആനന്ദിന്റെ മുഖത്ത് പതിഞ്ഞു. രാജലക്ഷ്മിയുടെ മകനാണ് അല്ലേ? അതെ, എൻ്റെ പേര് ആനന്ദ്. ആനന്ദ് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എവിടെ എൻ്റെ മകൻ? ആ ചോദ്യം രാജലക്ഷ്മിയുടെ മനസ്സിൽ കൊണ്ടു. സാർ വരൂ. ആനന്ദ് മുന്നോട്ട് ചെന്നപ്പോൾ ഗൗതം മേനോൻ സ്വയം വീൽ ചെയർ ഉരുട്ടി. രാജലക്ഷ്മി സിറ്റൗട്ടിൽ കിടന്ന കസേരയിലിരുന്നു. അച്ഛനും മകനുമിടയിൽ തനിക്ക് സ്ഥാനമില്ലെന്നറിയാം. വിശാലമായ ഹാളിലേക്ക് വീൽ ചെയർ പ്രവേശിച്ചു. ആനന്ദ് ചാക്കോയുടെ മുറിയിലേക്ക് ചെന്നു. വയലിൻ പരിശോധിച്ചുകൊണ്ട് ചാക്കോ കട്ടിലിൽ ഇരിപ്പുണ്ട്. ഒരു കുട്ടിയുടെ സന്തോഷമായിരുന്നു ആ മുഖത്ത്. ചാക്കോച്ചാ. ചാക്കോ ചെവി ആനന്ദിന്റെ നേരെ പിടിച്ച് ചിരിച്ചു. ഒന്ന് പുറത്തേക്ക് വാ, ചാക്കോച്ചൻ്റെ പപ്പ വന്നിട്ടുണ്ട്. ചാക്കോയുടെ മുഖത്തെ ചിരി മാഞ്ഞു. നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അതെ, ചാക്കോച്ചനെ കൂടെ കൊണ്ടുപോകാനുള്ള വരവാ. ഞങ്ങളെ വിട്ട് ചാക്കോച്ചൻ ഉടൻ കൂടെ പോകാൻ തയ്യാറാകരുത്. അതൊക്കെ ഞാനാണോ അനിയ തീരുമാനിക്കേണ്ടത്? പോകുന്നതിന് മുമ്പ് ചാക്കോച്ചന് ഞങ്ങളെ കാണാൻ ആഗ്രഹമില്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്. കാഴ്ച കിട്ടിയിട്ട് ചാക്കോച്ചൻ പോയാൽ മതി. അമ്മയും അനിയനും അച്ഛനോട് പറഞ്ഞാൽ മതി. അച്ഛൻ്റെ കൂടെ ഏതോ രാജ്യത്ത് പോണതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ കൂടെ കഴിയാനാ. മനസ്സിലെ ആഗ്രഹം അവൻ മറച്ചു വച്ചില്ല. ചാക്കോച്ചൻ വാ. കാത്തിരിക്കുന്നത് നിസ്സാരക്കാരനല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന വലിയ ആളാ. ഗൗതം മേനോൻ വീൽ ചെയറിൽ അക്ഷമനായിരുന്നു. ആദ്യം വാതിൽ കടന്ന് ആനന്ദ് പുറത്തേക്ക് വന്നു. പിന്നാലെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് നിലത്തു തട്ടി തൻ്റെ മകൻ വരുന്നത് ഗൗതം മേനോൻ കണ്ടു. ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി തെരുവിൽ തൊണ്ട പൊട്ടിപ്പാടി ഭിക്ഷയാചിച്ചു ജീവിച്ച തൻ്റെ മകൻ. കണ്ണീർ നിറഞ്ഞ് ഗൗതം മേനോന്റെ കാഴ്ച മങ്ങി. ചാക്കോ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. ശബ്ദത്തിനും ഗന്ധത്തിനും വേണ്ടി അവൻ കാതും മൂക്കും കൂർപ്പിച്ചു. മോനെ. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ്റെ സ്വരം അവൻ കേട്ടു. ഒറ്റ വിളിയിൽ ജന്മാന്തര ബന്ധം ചാക്കോ തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ അരികിലേക്ക് വീൽ ചെയർ ഉരുണ്ടുവന്നു. ഗൗതം മേനോൻ അവൻ്റെ കൈവിരലുകളിൽ സ്പർശിച്ചതും സിരകളിലൂടെ വൈദ്യുതി തരംഗം പ്രവഹിച്ചതുപോലെ ചാക്കോയ്ക്ക് തോന്നി. ഞാൻ നിന്റെ അച്ഛനാ മോനെ. കൊടും അന്ധതയിലേക്ക് പ്രകാശം പോലെ ആ വാക്കുകൾ മനസ്സിൽ വീണു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛന് എഴുന്നേറ്റ് നടക്കാനാവില്ല. വീൽ ചെയറില്ല ഞാൻ. നിന്നെ യാതനയിലേക്കും വേദനയിലേക്കും വലിച്ചെറിഞ്ഞതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷ. അയ്യോ, അങ്ങനൊന്നും പറയരുതേ. നിന്റെ ശിരസിൽ ഞാനൊന്ന് സ്പർശിച്ചോട്ടെ. നീ എൻ്റെ അടുത്ത് അല്പസമയം ഇരിക്ക്. അയാളുടെ വിരലുകൾ കയ്യിൽ നിന്ന് മുകളിലേക്ക് അരിച്ചു കയറുന്നത് അവൻ അറിഞ്ഞു. അയാളുടെ മുന്നിൽ അവൻ മുട്ടുകുത്തി നിന്നു. ഗൗതം മേനോൻ ചാക്കോയുടെ ശിരസിൽ കൈവച്ചു. എൻ്റെ ജീവിതത്തിന് ഇപ്പോൾ ഒരർത്ഥമുണ്ടായി. നിന്നെ തേടിയാ ഞാൻ വന്നതും ഇവിടെ സമയം ചെലവഴിച്ചതും. ഒരു ഘട്ടത്തിൽ നീ മരിച്ചുപോയെന്ന് വരെ കേട്ടു. നിരാശനായി തിരിച്ചുപോയെങ്കിലും അവിടെയും എനിക്ക് സമാധാനം കിട്ടിയില്ല. അങ്ങനെ വീണ്ടും വന്നത്. അതൊരു ദൈവവിളിയായിരുന്നു. നിന്നോട് ഞാൻ ചെയ്ത സർവ്വ അപരാധങ്ങളും നീ എന്നോട് പൊറുക്കണം. നിന്നെ എൻ്റെ മകനായി അംഗീകരിച്ച് കൂടെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ചാക്കോ കണ്ണീരോടെ ചിരിച്ചു. നിനക്ക് വേണ്ടി ഒരു മഹാസാമ്രാജ്യം തന്നെ അച്ഛൻ കരുതി വച്ചിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. അവൻ്റെ ശിരസ് തഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞു. മേരി മെല്ലെ പുറത്തേക്ക് വന്നു.
നീങ്ങുവാ, അയാൾ അവളെ നോക്കി വിളിച്ചു. മേരി സങ്കോചത്തോടെ അയാളുടെ അരികിലേക്ക് വന്നു. ഗൗതം മേനോൻ അവളെ അടിമുടി നോക്കി. സംതൃപ്ത ഭാവം മുഖത്തുണ്ടായി. നീയല്ലേ മേരി? അവൾ മൂളി. ഇവനെ കൊണ്ടുപോകാനാ ഞാനിപ്പോൾ വന്നത്. ഇവൻ്റെ കൂടെ നീയുമുണ്ടാകും. നിങ്ങളെ ഞാൻ വേർപിരിക്കില്ല. എൻ്റെ മോനെ പൊന്നുപോലെ സംരക്ഷിച്ചവളല്ലേ നീ? ഗൗതം മേനോൻ ചിരിച്ചു. മേരി ചെറുതായൊന്ന് നിശ്വസിച്ചു. ചാക്കോച്ചൻ്റെ മനസ്സ് നീലാംബരിയിലാണെന്ന സത്യം അയാൾക്കറിയില്ലെന്ന് അവൾ ഊഹിച്ചു. അയാൾ ചാക്കോയുടെ തോളിൽ കൈവച്ചു. നിന്റെ എല്ലാ കുറവുകളും ഈ അച്ഛൻ പരിഹരിക്കും. അച്ഛൻ മോന് കാഴ്ച തരും. ഇപ്പോഴുള്ള മുടന്തും മാറ്റും. മുഖത്തെ കരിഞ്ഞ പാടുകൾക്കും ചികിത്സയുണ്ട്. നിന്നെ ഞാനൊരു രാജകുമാരനാക്കും. ഇനി വൈകണ്ട, ചെല്ല്, ഡ്രസ്സ് ചെയ്തു വാ. അവൻ്റെ ചുമലിൽ നിന്ന് അയാൾ കൈയെടുത്തു. രണ്ടുപേരോടുമായിട്ടാ പറഞ്ഞത്. അയാൾ വീൽ ചെയർ തിരിച്ച് സിറ്റൗട്ടിലേക്ക് നീങ്ങി. ചാക്കോ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ മേരി അവനെ സ്പർശിച്ചു. അച്ഛൻ പുറത്തേക്ക് പോയി. ചാക്കോ എഴുന്നേറ്റു. എനിക്ക് ചാക്കോച്ചനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് മുറിയിലോട്ട് വാ. അവൻ്റെ വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് അവൾ മുറിയിലേക്ക് നടത്തിക്കൊണ്ടുപോയി. മേരി വാതിലടച്ചു. മേരി എന്നാത്തിനാ വാതിലടച്ചത്? ഒച്ച കേട്ട് ചാക്കോ ചോദിച്ചു. ആരും കേൾക്കണ്ടെന്ന് കരുതിയ ചാക്കോച്ചനെ കൊണ്ടുപോവാനാ അച്ഛൻ വന്നത്. കാഴ്ച കിട്ടുന്ന ചികിത്സയൊക്കെ വിദേശത്ത് കിട്ടുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവിടെ ആർക്കും ചാക്കോച്ചനെ പിടിച്ചു വെക്കാൻ പറ്റൂല. അവൾ ഷാളിൻ്റെ തുമ്പ് വിരലിൽ ചുറ്റി അല്പനേരം മിണ്ടാതെ നിന്നു. അവനും ശബ്ദിച്ചില്ല. മേരിയുടെ ഉള്ള വിങ്ങിപ്പൊട്ടി. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് മനസ്സിലാക്കിയ ചാക്കോച്ചനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അച്ഛൻ എന്നെ വിളിച്ചത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ചാക്കോച്ചൻ്റെ കൂടെ വരാം. പക്ഷേ ഞാൻ വരില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ചാക്കോച്ചൻ അച്ഛനോട് പറ. ചാക്കോച്ചൻ സ്നേഹിക്കുന്നത് എന്നെയല്ല, നീലാംബരിയാണെന്ന് അച്ഛൻ അറിയണം. ഗദ്ഗതം വന്ന് തൊണ്ടയിൽ കുരുങ്ങിയപ്പോൾ തെല്ലിട അവൾ മൗനിയായി. ചാക്കോ അനങ്ങാതെ നിന്നു. ഇനി ചാക്കോച്ചൻ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ചാക്കോച്ചനെ ഷൊർണൂന്ന് ഇവിടെ കൊണ്ടുവന്നത് നീലാംബരിയുടെ ആളുകളാ. ചാക്കോച്ചൻ ഈ വീട്ടിൽ വരുമ്പോൾ നീലാംബരി ഇവിടെ ഉണ്ടായിരുന്നു. ചാക്കോ അവളുടെ നേരെ വെട്ടിത്തിരിഞ്ഞു. സത്യമാണോ മേരി പറയുന്നേ? ആ ചോദ്യത്തിൽ നീലാംബരിയോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത മേരി അറിഞ്ഞു. അതെ, എനിക്ക് വേണ്ടിയാ നീലാംബരി ചാക്കോച്ചൻ്റെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറിപ്പോയത്. നീലാംബരി ഇവിടെ എല്ലാവർക്കും അറിയാം. മനസ്സുകൊണ്ട് അവരെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്നാവാനാ. അത് തന്നെ നടന്നു കാണാനാ ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ശിരസ് പെരുക്കുന്നത് പോലെ ചാക്കോയ്ക്ക് തോന്നി. നീലാംബരി ചാക്കോച്ചനെ മോഹിച്ചു വന്നാലും ചാക്കോച്ചൻ എന്നെ തള്ളിക്കളയില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു മനസ്സ് ചാക്കോച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെയും കൊച്ചിൻ്റെയും പിന്നാലെ ചാക്കോച്ചൻ ഷൊർണൂർ വരില്ലായിരുന്നു. അവൾ കവിളുകൾ തുടച്ചു. ചാക്കോച്ചൻ്റെ അമ്മയിൽ നിന്ന് നീലാംബരിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അവൾ നല്ലവളാ, സ്നേഹിക്കാനേ അറിയൂ. ഈ വീട്ടിലുള്ളവർക്കെല്ലാം അവൾ പ്രിയപ്പെട്ടവളായ നിലയ്ക്ക് എനിക്ക് വേണ്ടി മോഹിച്ച ജീവിതം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല. പക്ഷേ അവൾ മറ്റൊന്ന് ചിന്തിച്ചു. എന്നെ അനിയത്തിയായിട്ട് കണ്ടു. അത്രയ്ക്കിഷ്ടം അവൾക്ക് എന്നോട്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിപ്പോൾ പഴയ മേരിയൊന്നുമല്ല. ചക്കരമോള കയ്യിൽ കിട്ടിയ മുതൽ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. ചാക്കോച്ചനെ കിട്ടാത്തതിൽ ഞാൻ സങ്കടപ്പെടില്ല. മേരി രണ്ട് കവിളും തുറച്ചിട്ട് ചാക്കോയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നേ. ചാക്കോച്ചൻ നീലാംബരിയെ കൂട്ടിപ്പൊയ്ക്കോ. എന്നെപ്പറ്റി ചാക്കോച്ചൻ ചിന്തിക്കേ വേണ്ട. നീലാംബരി സാന്ദ്ര മേഡത്തിൻ്റെ വീട്ടിലുണ്ട്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചാക്കോയും മേരിയും ചേരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. ചാക്കോച്ചൻ്റെ അച്ഛൻ ഇനി മോന് വേറൊരു പേരിടും. ആ പേരിലാവും ചാക്കോച്ചൻ അറിയപ്പെടാൻ പോണത്. അതിൻ്റെ കൂടെ മേരി ചേരില്ല. ഞാനൊരു പീറപ്പെണ്ണ്. കരച്ചിലിനെ ചിരിയായി മേരി വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചെങ്കിലും അമ്പയെ പരാജയപ്പെട്ടു. ഞാൻ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ചാക്കോച്ചൻ ഒന്നും മറച്ചു വയ്ക്കാതെ അമ്മയോടും അനിയനോടും സംസാരിക്കും. നിങ്ങളെ യാത്രയാക്കിയിട്ടേ ഞാൻ പോകൂ. മേരി എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. മേരി ഷാൾ കൊണ്ട് കണ്ണും മുഖവും തുടച്ചിട്ട് വേഗം ചെന്ന് വാതിൽ തുറന്നു. ചാക്കോ കട്ടിലിൽ വിറങ്ങലിച്ചിരുന്നു. തൻ്റെ പിന്നാലെ തന്നെ നീലാംബരി ഉണ്ടായിരുന്നു. അതിനേക്കാൾ അവനെ അത്ഭുതപ്പെടുത്തിയത്
മേരിക്കുണ്ടായ മാറ്റമാണ്. നീലാംബരിയുടെ സ്നേഹം അവളിലുണ്ടാക്കിയ മാറ്റമാണത്. മുറിയിലേക്ക് രാജലക്ഷ്മിയും ആനന്ദും കടന്നു വന്നു. അച്ഛൻ എന്തു പറഞ്ഞു? രാജലക്ഷ്മി ചോദിച്ചു. ഇന്ന് കൂടെ പോണമെന്നാ പറഞ്ഞത്. ഗൗതം അതിനുവേണ്ടി കുറെ ശാഠ്യം പിടിച്ചതാ. ഞാൻ വിട്ടുകൊടുത്തില്ല. കാഴ്ച തിരിച്ചു കിട്ടിയിട്ടേ എൻ്റെ മോനെ വിട്ടുതരികയുള്ളൂ എന്ന് ഞാൻ കട്ടായം പറഞ്ഞു. അതനുസരിക്കുകയല്ലാതെ ഗൗതമിന് മറ്റെന്തു വഴിയാ ഉള്ളത്? വന്നതുപോലെ മടങ്ങിപ്പോയിട്ടുണ്ട്. രാജലക്ഷ്മി ചിരിച്ചു. ചാക്കോയ്ക്ക് ആശ്വാസം തോന്നി. ഞങ്ങളെ എല്ലാവരെയും കണ്ടിട്ട് വേണം ചാക്കോച്ചൻ അച്ഛൻ്റെ കൂടെ പോകാൻ. നാളെ ഒരു കാലത്ത് ഞങ്ങളാരും ചാക്കോച്ചൻ്റെ മുന്നിൽ വന്ന് പരിചയപ്പെടുത്താൻ പാടില്ല. വേദനയുള്ള ചിരിയോടെ ചാക്കോ തലയാട്ടി. ആനന്ദ് അവൻ്റെ അടുത്തിരുന്നു. നമുക്ക് വൈകുന്നേരം ഔട്ടിങ്ങിന് പോയാലോ? മധുവും മോളും പിന്നെ മേരിയുമായിട്ട്. അത് ഉടനെ വേണ്ട മോനെ. ചാക്കോ നമ്മുടെ കൂടെയുള്ള വിവരം സേവ്യറിനറിയാം. അവനൊരു ചെകുത്താനാ, വിശ്വസിച്ചുകൂടാ. രാജലക്ഷ്മി വിലക്കി. അത് ശരിയാണെന്ന് ആനന്ദിനും തോന്നി. നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഗൗതമിൻ്റെ ആളുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചാക്കോയ്ക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ തന്നെയാ ഗൗതമിനോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ എഴുന്നേറ്റ് വാ, ചായ കുടിക്കാം. രാജലക്ഷ്മി മുറിയിൽ നിന്ന് പോയി. ചായ കുടി കഴിഞ്ഞ് ചാക്കോച്ചൻ്റെ ഒരു പാട്ട്, അത് കേൾക്കാനാ വയലിനും വാങ്ങി ഞാൻ വന്നത്. സമ്മതിച്ചു. ചാക്കോ ഹൃദ്യമായി ചിരിച്ചു. രാത്രി മേടയിൽ ബംഗ്ലാവിനുള്ളിലെ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സെൽ റിംഗ് ചെയ്തു. കയ്യിലെടുത്ത മദ്യ ഗ്ലാസ് സേവ്യർ താഴെ വച്ചു. ടീപ്പോയിലിരുന്ന സെല്ലിലേക്ക് നോക്കിയപ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് സേവ്യറിന് മനസ്സിലായി. നല്ല മദ്യലഹരിയിലായിരുന്നു അവൻ. ഫോൺ മുഖത്തിനടുത്ത് പിടിച്ചപ്പോൾ എൽസയുടെ കോളാണെന്ന് തോന്നി. കട്ട് ചെയ്യാൻ തോന്നിയെങ്കിലും സേവ്യർ പെട്ടെന്ന് വിരൽ പിൻവലിച്ചു. ആകെ അവശേഷിക്കുന്നത് അവൾ മാത്രമാണ്. അവൻ കോൾ എടുത്തു. നിനക്കെന്താ വേണ്ടത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ സേവിച്ച സത്യം പറയുമോ? സേവ്യർ അടുത്ത പെഗ് തീർത്തിട്ട് ഗ്ലാസ് വെച്ചു. സത്യത്തിൽ ജിനിക്കും ബേബിക്കും സംഭവിച്ചത് എന്താ? ജിനി ഒളിച്ചോടിയതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഞാൻ. സേവിച്ചനെ പോലെ ഒരാളിൻ്റെ കണ്ണു വെട്ടിച്ച് അവൾക്ക് കടന്നു കളയാനും പറ്റില്ല. നീ എന്നതാടി പറഞ്ഞു വരുന്നത്? സേവ്യർ മദ്യക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് പിടിച്ചു. അതിൽ മദ്യമുണ്ടായിരുന്നില്ല. ജിനിയെ സേവിച്ചൻ കൊന്നതാ, അതാ സത്യം. സേവ്യർ എഴുന്നേറ്റ് നിന്നാടി. അവൾക്കൊരു കാമുകനുണ്ടായിരുന്ന വിവരം സേവിച്ചൻ അറിഞ്ഞു. സ്വത്തുമായി അവൾ സേവിച്ചനെ വെട്ടിച്ച് സ്ഥലം വിടുമെന്ന് മനസ്സിലായപ്പോൾ സേവിച്ചൻ അതും ചെയ്തു. കയ്യിലിരുന്ന മദ്യക്കുപ്പി സേവ്യർ നിലത്തേക്കെറിഞ്ഞു. അത് ചിതറിത്തെറിച്ചു. അതേ ഒച്ചയിൽ സേവ്യർ ശബ്ദിച്ചു. അതേടി, രണ്ടിനെ ഞാൻ തീർത്ത് കളഞ്ഞതാ. അവളെയും അവളുടെ കാമുകനെയും കൊന്നു കുഴിച്ചു മൂടി. സേവ്യർ സമനില കൈവിട്ട് വിളിച്ചു പറഞ്ഞു. അവളെ മാത്രമല്ല, ഇത്തിക്കണ്ട ബേബിയെ ഞാൻ തീർത്തു. നിനക്കറിയാമോ, എന്നെ ഒരു രക്തദാഹിയാക്കിയത് അവനും അവളുമാ. ഞാൻ അവളുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നീയും ഈ ഭൂമുഖത്തുണ്ടാവില്ലായിരുന്നു. മേടയിൽ കുടുംബത്തിൻ്റെ കല്ലറയിൽ നീയും ഉറങ്ങിയേനെ. മറുവശത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ദൈവവിശ്വാസി ആയതുകൊണ്ടാ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയാതെ പോയത്. എൽസയുടെ വിങ്ങിക്കരച്ചിൽ കേട്ടു. ഈ പാപത്തിൽ നിന്നൊക്കെ സേവിച്ചൻ എങ്ങനെ മോക്ഷം നേടും? സണ്ണിച്ചൻ്റെ മുഖം സേവിച്ചൻ ഓർക്കാറില്ലേ? സേവ്യർ ഫോൺ വലിച്ചെറിഞ്ഞു. ബാലൻസ് തെറ്റി അവൻ സെറ്റിയിലേക്ക് വീണു. ആ കിടപ്പിൽ സേവ്യർ മയങ്ങി. ആരോ ചുമലിൽ കൈവച്ചതറിഞ്ഞാണ് അവൻ കണ്ണു തുറന്നത്. സേവിച്ച? സേവ്യർ ഞെട്ടിത്തിരിഞ്ഞു. കൈത്തണ്ടയിൽ ഗൗണും തൂക്കി സണ്ണി നിൽക്കുന്നത് കണ്ട് സേവ്യർ ഞെട്ടിത്തെരിച്ചു. പുച്ഛത്തോടെ സണ്ണി ചിരിച്ചു. നിഴൽ പോലെ നിന്റെ പിന്നാലെ നടന്നവനല്ലേ സേവിച്ച ഞാൻ? എൻ്റെ നെഞ്ചിൽ കത്തി കയറ്റാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? സേവ്യർ പിടഞ്ഞെഴുന്നേറ്റു. വിയർപ്പിൽ അവൻ നനഞ്ഞു കുളിച്ചു. സണ്ണി അവൻ്റെ നേരെ വിരൽ ചൂണ്ടി. പറ, എന്തിനു വേണ്ടി നീ എന്നെ കൊന്നു? എനിക്ക് അവകാശപ്പെട്ടതേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ. കോശി വക്കീലിൻ്റെ മകളുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിന് നീ സമ്മതം മൂളിയെങ്കിൽ ഇന്നു നീ തനിച്ചാവില്ലായിരുന്നു. നിനക്കടി പതറിയാൽ താങ്ങാൻ ഈ അനിയൻ്റെ കൈകൾ ഉണ്ടാവുമായിരുന്നു. സണ്ണി കൈകൾ അവൻ്റെ നേരെ നീട്ടി. സേവ്യർ പിന്നോട്ട് നീങ്ങി ടീപ്പോയിൽ തട്ടി നിന്നു. ഒടുവിൽ എന്തായി? എല്ലാത്തിനും അവകാശി വന്നില്ലേ? നീ ഒന്നുമില്ലാത്തവനായില്ലേ? നിന്റെ അന്ത്യം തെരുവില. മുഴുഭ്രാന്തനായി. തല വെട്ടിച്ച് സേവ്യർ ഒന്നുകൂടി നോക്കിയപ്പോൾ അവിടെ സണ്ണി ഉണ്ടായിരുന്നില്ല. സേവ്യറിൻ്റെ തൊണ്ട വറ്റി വരണ്ടു.
ഒരു പൊട്ടിച്ചിരി കേട്ട് സേവ്യർ സ്റ്റെയർ കേസിന് നേരെ നോക്കി. സേവ്യർ അടുത്ത നടുക്കത്തിൽ പതിച്ചു. സ്റ്റെയർ കേസ് ഇറങ്ങി മദാലസയായി ജിനി വരുന്നു. ജിനി! അവന്റെ ചുണ്ടുകൾ വിറച്ചു. സ്ലീവ്ലെസ് ബ്ലൗസും സുതാര്യമായ വെള്ള സാരിയുമായിരുന്നു അവളുടെ വേഷം. എന്നും ഹരം കൊള്ളിച്ച ആകാര വടിവിൽ അവൾ സ്റ്റെയർ കേസിന് താഴെ വന്നു നിന്നു. ചോരകനിയുന്ന വിടർന്ന അധരങ്ങൾ വിടർത്തി അവൾ ചിരിച്ചു. നീ രക്ഷപ്പെടില്ല സേവിച്ച. ജീവിക്കാനുള്ള മോഹം ബാക്കി വെച്ച നീ എന്നെ പറഞ്ഞു വിട്ടത്. അവൻ പിന്നോട്ട് നീങ്ങി. നിന്നെ ഞാൻ വിടില്ലടാ. ചെകുത്താന്റെ സന്തതിയാ നീ. അവൾ കൈകൾ പിണച്ച് മാറൽ കെട്ടി തല ചരിച്ച് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. മുടിയിഴകൾ ഉയർന്നു പറന്നു. സേവ്യറിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ശരീരം തണുത്തുറഞ്ഞ് അവൻ ഗ്രാനൈറ്റ് പതിച്ച് നിലത്ത് വീണു. പരിഭ്രാന്തയായി എൽസ കാറിൽ നിന്നിറങ്ങി. ഹോസ്പിറ്റൽ കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. സമയം രാവിലെ 6 മണിയേ ആയിട്ടുള്ളൂ. എൽസ, നീ ഒന്ന് നിൽക്ക്. ജെറി അവളുടെ പിന്നാലെ ഓടി. കുര്യച്ചൻ കിടന്ന റൂമിന്റെ വാതിൽക്കൽ കിതപ്പോടെ അവൾ എത്തി. ജെറിയും കൂടെ എത്തിയിരുന്നു. വാതിൽ തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി. നിലത്ത് കാൽമുട്ട് കുത്തി കുര്യച്ചന്റെ കാലുകളിൽ ചുറ്റിപ്പിടിച്ച് അതിൽ മുഖം വെച്ച് സേവ്യർ ഇരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എല്ലാത്തിനും സാക്ഷിയായി പീറ്റർ സാർ മാറി നിൽപ്പുണ്ട്. കേറി വന്ന ഉടനെ ക്ഷമിക്കണേ അപ്പാന്ന് കരഞ്ഞ് കാലയിൽ കെട്ടിപ്പിടിച്ച് ഈ ഇരിപ്പാ മോളെ, പീറ്റർ സാർ പറഞ്ഞു. എൽസ കണ്ണു തുടച്ചു. ഒടുവിൽ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് സേവിച്ചനുണ്ടായി. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കൊച്ചുകുട്ടിയെപ്പോലെ കരയായിരുന്നു. ഇങ്ങനൊരു മനംമാറ്റം സേവിച്ചനുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. സേവിച്ച. എൽസ ചെന്ന് സേവ്യറിന്റെ ചുമലിൽ കൈവച്ചു. അവൻ തല ഉയർത്തിയില്ല. എഴുന്നേൽക്ക് സേവിച്ച. അവൾ പിടിച്ചിട്ടൊന്നും സേവ്യർ അനങ്ങിയില്ല. ജെറി മുന്നോട്ട് വന്ന് സേവ്യറിനെ പിടിച്ചുയർത്തി. പിടിവിട്ടതും വെട്ടിയിട്ടതുപോലെ സേവ്യർ കുര്യച്ചന്റെ കാലുകളിൽ മുഖമടിച്ചു വീണു. അയ്യോ, സേവിച്ചന് എന്നാ പറ്റിയത്? എൽസ ഭയന്നുപോയി. താഴേക്ക് വഴുതിപ്പോയ സേവ്യറിനെ ജെറിയും പീറ്റർ സാറും ചേർന്ന് താങ്ങിയെങ്കിലും കയ്യിൽ നിൽക്കാതെ നിലത്ത് കിടത്തി. അവന്റെ വായിലൂടെ ഉമിനീരിനൊപ്പം ചോരയും ഒഴുകുന്നുണ്ടായിരുന്നു. സേവിച്ച. എൽസ നിലത്ത് മുട്ടുകുത്തി നിലവിളിച്ചു. സേവ്യറിന്റെ കൈത്തണ്ട പിടിച്ചിട്ട് പീറ്റർ സാർ എൽസയെ നോക്കി. അവൻ പോയി മോളെ. അവന് തോൽക്കാൻ മനസ്സില്ല. സേവ്യറിന്റെ ദേഹത്ത് വീണ് എൽസ പൊട്ടിക്കരഞ്ഞു. കുര്യച്ചന്റെ കടക്കണ്ണിലൂടെ കണ്ണീർ ഒഴുകുന്നത് ചെറി കണ്ടു. സെൽ റിംഗ് ചെയ്തപ്പോൾ സാന്ദ്ര ഫോൺ എടുത്തു. ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ കോളായിരുന്നു അത്. ഹലോ മാഡം, ഞാൻ ബോസാണ്, ഫ്ലാറ്റിലെ സെക്യൂരിറ്റി. പറയൂ. സാന്ദ്ര തിടുക്കം കാണിച്ചു. മാഡത്തിൻ്റെ സെർവൻറ്റ് ഒരു ബാഗുമായി പുറത്തേക്ക് പോകാൻ വന്നു. മാഡം മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ തടയാൻ നോക്കി. സാന്ദ്ര ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൾ പോയോ? നോ, അവളെ വിടരുത്. ഞാൻ തടഞ്ഞു വെക്കാം മാഡം. ഞാൻ ഉടനെ വരികയാണ്. അവൾ കടന്നു കളഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സാന്ദ്ര കോൾ കട്ട് ചെയ്തിട്ട് ഓഫീസിൽ നിന്നിറങ്ങി. ഫ്ലാറ്റിലെത്തുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഭയന്ന് നിൽക്കുന്നതാണ് കണ്ടത്. സാന്ദ്ര വണ്ടിയിൽ നിന്നിറങ്ങി. എവിടെ അവൾ? മാഡം ക്ഷമിക്കണം, ഞാൻ ഫോൺ വച്ച ഉടൻ അവളൊരു ഓട്ടോയിൽ കയറിപ്പോയി. തടയാൻ സമയം കിട്ടിയില്ല മാഡം. ഷിറ്റ്. വണ്ടിയിലേക്ക് കയറാൻ തുനിഞ്ഞ സാന്ദ്ര പെട്ടെന്ന് പിൻവാങ്ങി. ഒരു വാക്ക് തന്നോട് പറയാതെ നീലാംബരി പോവില്ല. സാന്ദ്ര ഫ്ലാറ്റിലേക്ക് കുതിച്ചു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നോട്ടം പോയത് ഡൈനിങ് ടേബിളിലേക്കായിരുന്നു. സാന്ദ്രയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. ഡൈനിങ് ടേബിളിൽ മുമ്പ് എഴുതി വെച്ചതുപോലെ ഒരു കടലാസ് ഇരിക്കുന്നത് കണ്ടു. സാന്ദ്ര പാഞ്ഞു ചെന്ന് ആ കടലാസ് കയ്യിലെടുത്തു. അത് നീലാംബരി എഴുതി വെച്ച ഒരു കത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.